ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ചാനലിൻ്റെ പേരൊന്നും ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. വേവ്സ് ഓഫ് ലൈഫ് എന്നായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. കുറേ നാളുകളായിട്ട് അത് തന്നെയായിരുന്നു. പിന്നെ എനിക്കത് കുറേ നാളായി ഞാൻ ഇങ്ങനെ വിചാരിക്കണം അതൊന്ന് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അത് ടെല്ലിങ് ടെയിൽസ് ബൈ ആഷി ചിഞ്ചു എന്നാക്കിയിട്ടുണ്ട്. ആഷി ചിഞ്ചു എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിമാണ്. എൻ്റെ പേര് ഹരിത എന്നാണ്, പക്ഷേ വീട്ടിൽ വിളിക്കുന്ന പേര് ചിഞ്ചു എന്നാണ്. അപ്പോൾ ആഷി ചിഞ്ചു എന്നാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരുടെയും പേര് വെച്ചിട്ട് പറയുക. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഹരിത ചിഞ്ചു എന്നാണ് എൻ്റെ എപ്പോഴും ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും പണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള ഒരു പ്രൊഫൈൽ ഐ ഡി, എൻ്റെ മെയിൽ ഐ ഡി ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഹരിത ചിഞ്ചു എന്നായിരുന്നു ആദ്യം പേര്. പിന്നെ അത് തോന്നി നമുക്കൊരു പുതിയ പേര് കൊടുക്കണം എന്ന്. അങ്ങനെയാണ് വേവ്സ് ഓഫ് ലൈഫ് കൊടുത്തത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി ഒരു ഐഡൻറ്റിറ്റി വരുന്ന പോലെ, ഇപ്പോൾ നമ്മുടെ നെയിമും കൂടി ഇതിൻ്റെ കൂടെ ചേരുന്നത് ചെയ്യാൻ നല്ലതല്ലേ തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പേരിലേക്ക് എത്തിക്കുന്നത്, ടെല്ലിങ് ടെയിൽസ് ബൈ ആഷി ചിഞ്ചു എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മെൻസ്ട്രൽ കപ്പാണ് നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ വളരെ നോർമലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. ഞാൻ തന്നെ ഈ സംഭവം യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ്. എന്താണ് മെൻസ്ട്രൽ കപ്പ്, അതെങ്ങനെയാണ് ഉള്ളത്, അതിൻ്റെ മെറ്റീരിയൽ എന്താണ്, അതെങ്ങനെയാണ് വർക്കാവുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എങ്ങനെയാണ്, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ട രീതികൾ, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടോ, പിന്നെ എന്താ പറയുക, ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയി പോകുന്നില്ല, കാരണം ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുവിധം ആൾക്കാർക്കിടയിൽ ഭയങ്കര നോർമലായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നതും ഇതിൻ്റെ യൂസേജ് എന്താണെന്നും ഇത് എന്താണ് ശരിക്കും ഈ സംഭവം എന്നുള്ളത് ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ കുറേ നാളായിട്ട് സ്റ്റെയിനായിട്ട് വന്നിരിക്കുന്ന മെൻസ്ട്രൽ കപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാം, എനിക്കിത് കാണിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ഷെയിമൊന്നുമില്ല. ചിലവർ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും കമൻറ്റ്സ് വരുമെന്ന് അറിയില്ല, നിങ്ങൾക്കിത് എങ്ങനെയാണ് കാണിക്കാൻ തോന്നുന്നത് എന്നുള്ളത്. കാരണം ഇത് ഭയങ്കര നോർമലായിട്ടുള്ള സംഭവമാണ്, നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം കഴുകി നല്ല ഇത് എന്താ പറയുക, ഇതിൻ്റെ ക്ലീനിങ് മെത്തേഡ് ശരിക്കുള്ള സാധാരണ നോർമലായിട്ടുള്ള ക്ലീനിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസിൽ തന്നെ ഒരുപാട് പറയുന്നതാണ്. നമ്മളിത് നല്ല വെള്ളത്തിലിട്ട്, നല്ല വെള്ളത്തിൽ നിന്ന് ഉദ്ദേശിക്കുക നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഇതിനെ തിളപ്പിക്കണം. അതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേയും യൂസ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അതിപ്പോൾ പുതിയതാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് നന്നായി വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കി, അതിനിപ്പോൾ നമുക്ക് സോപ്പോ മൈൽഡായിട്ടുള്ള നല്ല സോപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ജനൽ വാഷോ ഇപ്പോൾ വി വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് നന്നായി ക്ലീൻ ചെയ്തിട്ട് പിന്നെ വെള്ളത്തിലിട്ടിട്ട് വീണ്ടും തിളപ്പിച്ചിട്ട് നന്നായി തുടച്ച് എടുത്തു വയ്ക്കാം. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വീണ്ടും തിളപ്പിക്കണം എന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ നന്നായി തിളപ്പിച്ചിട്ടാണ് ഇത് നമ്മൾ എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി ഞാനിത് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വെച്ചേക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റെയിൻ, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നതും ഈ വിഷയം. ഇതിപ്പോൾ 2 വർഷത്തെ സ്റ്റെയിൻ ഉണ്ട്. 2 വർഷമല്ല, ഇടയിൽ ഇതിനൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സംഭവമാണ് ഈ നിലയ്ക്കായത്. ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. രണ്ടും ഒരേ സൈസാണ്, സ്മോൾ സൈസാണ്. ഇതിപ്പോൾ വൈറ്റ് ആയതുകൊണ്ടും കൂടിയാണോ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഇപ്പോൾ എൻ്റെ ഇവിടെ അമ്മയും സിസ്റ്ററൊക്കെ യൂസ് ചെയ്യുന്നത് അവർ മീഡിയം സൈസാണ്. അവരൊക്കെ ഡെലിവറി കഴിഞ്ഞവരാണ്. ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് മീഡിയം സൈസാണ്. അവർക്ക് പക്ഷേ ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടിക്കണം. അത് ഓരോ ബ്രാൻഡും ഓരോ കളറിലാണല്ലോ ഇറക്കുക. പിങ്ക് ഷെയ്ഡാണ്. പക്ഷെ അവർക്ക് ഇത്ര നാളായിട്ട് മാറി സ്റ്റെയിനൊന്നും ഇല്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും അവൾ സ്മോളാണ്, പക്ഷേ അവൾക്ക് അന്ന് കിട്ടിയത് വേറൊരു കളറുണ്ടായിരുന്നു. പക്ഷെ അവൾക്കും അങ്ങനെ അത്ര വലിയ സ്റ്റെയിൻ ഇല്ല എന്ന് പറയുന്നത്. ചിലപ്പോൾ ഓരോരുത്തർക്കും അത് എനിക്കറിയില്ല എന്താണെന്ന്. ഓരോരുത്തർക്കും അവരുടെ ഒരു ബ്ലഡിൻ്റെ ലെവലിനനുസരിച്ചാണ് എന്തോ. പക്ഷെ എനിക്കിതിന് ഭയങ്കര സ്റ്റെയിൻ ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഒരെണ്ണം നമുക്ക് 10 വർഷം വരെ യൂസ് ചെയ്യാമെന്നാണ്. അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ട് ഇതിന്, അല്ലെങ്കിൽ അത്രയും ഒരു വാലിഡിറ്റി ഉണ്ട് ഇതിന്. അപ്പം ഞാനതുകൊണ്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു 1 വർഷം മുന്നേ കുറേ ഇങ്ങനെ റെഫർ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള പല സംഭവങ്ങളും ഉണ്ട്. മെയിനായിട്ട് ഇതിൽ ഈ ബ്ലീച്ചിങ് പോലത്തെ ഒരു സെറ്റപ്പാണ്. നോർമലായിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ ഇതിലൊന്നും വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെയിൻ പോണില്ല. അപ്പോഴാണ് ഞാൻ അങ്ങനെ കണ്ടത്. ഇത് സൈഡിൽ കൊടുക്കാം.
ഹൈഡ്രജൻ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വരുന്നുണ്ടല്ലേ. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു സൊല്യൂഷനാണ്. നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും. ഇതിങ്ങനെ പല തരത്തിലുണ്ട് ഇതിൻ്റെ യൂസ് വരുന്നത്. യൂസേജസ് ഒക്കെ എന്താണെന്നുള്ള സൈഡിൽ കൊടുക്കട്ടെ. പലതരത്തിൽ ഇത് ഹെയറിൻ്റെ ഓരോ കാര്യത്തിലും സ്കിന്നിലും അങ്ങനെ പലതരത്തിലൊരു ബ്ലീച്ചിങ് ഏജൻറ്റൊക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇത് 20 രൂപയുള്ളൂ. 20 രൂപയ്ക്ക് നമുക്ക് സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടും. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഇതിനെ ഇപ്പം എന്തെങ്കിലും നമ്മൾ ഒരു കപ്പ് എടുക്കുക, നല്ലൊരു വൃത്തിയുള്ള, നമ്മൾ വേറെ ഒന്നിനും യൂസ് ചെയ്യാത്ത ഒരു കപ്പ് എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചിട്ട് ഈ സ്റ്റെയിൻ ആയിട്ടുള്ള ഈ മെൻസ്ട്രൽ കപ്പ് അതിലിട്ട് വെക്കുക. അപ്പം ഇട്ട് വെക്കുമ്പോൾ ഞാൻ ആദ്യം കണ്ടത് ഒരു ദിവസം മൊത്തം, ഇപ്പം നമ്മൾ നൈറ്റ് ഇട്ട് വെക്കണമെങ്കിൽ പിറ്റേ ദിവസം എടുക്കുക, അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ പിറ്റേ ദിവസം എടുത്ത് അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ പിറ്റേ ദിവസം എടുത്ത് ഇതിൻ്റെ ഈ സ്റ്റെയിനൊക്കെ പോയിട്ട് ഏകദേശം ഈ പുതിയതുപോലെ ആയിട്ടുണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെയായിരുന്നു, പറയുന്നു എന്നല്ല, അങ്ങനെയാണ് അന്ന് ഞാൻ കണ്ടത്. എന്നിട്ട് ഞാനിത് ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെയായി. അപ്പോൾ ഇതേപോലെ ഇത്രയും വെളുത്തിട്ട് ഇതേപോലെ പുത്തം പോലെ നമുക്ക് കിട്ടുന്നില്ല, പക്ഷെ എന്നാലും നല്ല ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അത് ഞാനിവിടെ ഇതിപ്പോൾ ഓൾറെഡി ഇതിപ്പോൾ സ്റ്റെയിൻ ആയിട്ടുള്ളതാണ്. ഞാനിതിപ്പോൾ ഇതിൽ സൊല്യൂഷനിൽ ഇട്ട് വെക്കാൻ പോകുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എനിക്ക് അടുത്ത ദിവസം അപ്പോൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് അടുത്ത ദിവസം കാണിച്ചിട്ട്, അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ ബാക്കി അടുത്ത ദിവസമായിരിക്കും. actually നിങ്ങൾ വിചാരിക്കില്ല ഇത് ഫേക്ക് ആണെന്നുള്ളത്. അപ്പോൾ ഇത് പുതിയതാണ്, ഇതാണ് നമ്മൾ സ്റ്റെയിൻ ആയിട്ടുള്ളത്. അപ്പം എനിക്ക് എന്തായാലും ഇത് ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആയിട്ട് എടുക്കുക. അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവണമെന്ന് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതി. ഇനിയിപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വേറെ സൈഡ് എഫക്ട്സ് നമ്മുടെ സ്കിന്നിന് അങ്ങനെയൊന്നുമില്ല. കാരണം ഇതിലിട്ട് വെച്ച് ഇത് പുറത്തേക്ക് എടുത്താൽ നമ്മൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യില്ല. വീണ്ടും നല്ലോണം തിളപ്പിച്ച് നല്ലോണം നമ്മളതിന് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ഈ പീരീഡ്സ് ആവാത്ത ടൈമിൽ വേണം ഇത് ചെയ്യാൻ. കാരണം പിന്നെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്ത് കുറച്ച് നാൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എത്രയും ഇതൊരു കെമിക്കലാണ്. അതിൻ്റെ എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ അത് പോവും. ആ കെമിക്കൽ പോവാൻ നമ്മളിത് നല്ലോണം തിളപ്പിച്ചാൽ മതി, അപ്പം തന്നെ ആ കെമിക്കൽ പോവും. അപ്പോൾ വേറൊരു ഹാംഫുള്ളൊന്നും സൈഡ് എഫക്ട്സ് ഒന്നും ഞാൻ നോക്കിയപ്പോഴും കണ്ടില്ല. ഞാനിതിപ്പോൾ യൂസ് ചെയ്തിട്ട് 1 വർഷത്തിന് മുന്നേ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ആ മെൻസ്ട്രൽ കപ്പ് പിന്നെയാണ് ഇപ്പോൾ ഇത്ര നാളായിട്ട് ഞാൻ വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീണ്ടും ഇതിൽ സ്റ്റെയിൻ വന്നു. കാരണം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് സ്റ്റെയിൻ വരും. ഇടയ്ക്കൊന്ന് ഇതിനൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് മാത്രം. അപ്പം അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ വേറെ പ്രശ്നങ്ങളോ, കാരണം നമ്മളിത് ഇൻസേർട്ട് ചെയ്യണതാണ് ഉള്ളിലേക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെ എനിക്കിതുവരെ വേറെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അലർജിക്കോ അങ്ങനെ വേറെ ഇതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ ഒന്നും കണ്ടിട്ടുമില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ പിന്നെ ഇതിൽ ഞാൻ പറയുന്നത്, ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്, ചിലരിത് ഇപ്പോൾ ഇന്നൊരു ഒരു 24 മണിക്കൂർ ഒരു 12 മണിക്കൂർ ഇപ്പം നമ്മൾ നൈറ്റ് ഇട്ടാൽ പിറ്റേ ദിവസം എടുക്കണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറേ സമയം എടുക്കാം. രാവിലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഇത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കുറേ ടൈം ഇത് സൊല്യൂഷനിലിട്ട് വെക്കുമ്പോഴും ഈ അപ്പുറത്തെ വീട്ടിൽ ഉണ്ണി കരയണ ശബ്ദം ഉണ്ടോ അത്. അപ്പോൾ നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പിന് കേട് വരാം. എത്രയും ഇതൊരു കെമിക്കൽ സൊല്യൂഷനാണ്. അപ്പോൾ ഇതിൽ കുറേ നേരം ഇട്ട് വെക്കുമ്പോൾ ഈ മെൻസ്ട്രൽ കപ്പിന് കേട് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്കധികം നേരം 12 മണിക്കൂർ നേരം ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. കൂടിപ്പോയി ഒരു 7-8 മണിക്കൂർ. ചിലയിടത്ത് കണ്ടു ഒരു 50 മിനിറ്റ്സ് എന്ന്. പക്ഷേ 50 മിനിറ്റ്സ് കൊണ്ട് ഇതിൽ ചേഞ്ച് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഒരു 10 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ അന്ന് ഈ സൊല്യൂഷനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ തലേ ദിവസം രാത്രി ഇട്ട് വെച്ച് പിറ്റേ ദിവസം എടുത്ത് നോക്കിയത്. അപ്പോഴത്തേക്കും ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ മാറിയിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത് എന്തോരം എടുക്കണം എന്നാണ് വെച്ചെങ്കിൽ ഞാൻ കണ്ടപ്പോൾ ഈ ഒരു കുപ്പി 20 രൂപയുടെ ഒരു ബോട്ടിൽ, ഇത് 100 ml ബോട്ടിലാണ്. ഇത് മൊത്തം എടുക്കുക. മൊത്തം നമ്മൾ ഈ കപ്പിൽ ഒഴിച്ചിട്ട് അതിലിത് ഇട്ട് വയ്ക്കുക. ജസ്റ്റ് ഇട്ട് വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ റിസൾട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അപ്പോൾ ഇനി ബാക്കി അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പം ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള കപ്പ്. സാധാരണ നമ്മൾ കുളിക്കുമ്പോഴൊന്നും യൂസ് ചെയ്യണത് എടുക്കാതിരിക്കുക നല്ലത്. കാരണം അതിൽ എണ്ണമയോ സോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതത്ര നല്ലതല്ല. അപ്പോൾ ആ കപ്പിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചിട്ട് അതിൽ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഡിപ്പ് ചെയ്തിട്ടു. അപ്പോൾ അതങ്ങനെ കുത്തനെ ഒന്ന് നിർത്തുക നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമാണ്.
പിറ്റേ ദിവസം ഇത് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു സ്റ്റെയിനൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കുറഞ്ഞിട്ടില്ല. പൂർണ്ണമായിട്ടും അങ്ങനെ കുറയണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത്രയും നേരം ഇട്ട് വെച്ചാൽ കുറയായിരിക്കും, പക്ഷെ അത് ഇതിനത്ര നല്ലതല്ല. അപ്പോൾ ഒരു മഞ്ഞ നിറമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. മുന്നത്തേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ക്ലീൻ ആക്കി എടുത്താൽ സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇത് അത്ര വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്ന സംഭവമല്ല. പലർക്കും ഉണ്ടാവും ഇങ്ങനത്തെ ഒരു കെമിക്കലിൽ ഇടുമ്പോൾ എങ്ങനെയാണ് അത് പിന്നീട് നമുക്ക് വല്ല പ്രോബ്ലം ഉണ്ടാകും. അത് മെൻസ്ട്രൽ കപ്പിനെ കേടാക്കുക എന്നുള്ളത്, അത് കൂടുതൽ നേരം ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നേരമൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഇട്ട് വെക്കുമ്പോഴാണ് കപ്പിന് എന്തെങ്കിലും പ്രോബ്ലം വരുന്നത്. പക്ഷെ അല്ലാത്ത പക്ഷം വേറെ കുഴപ്പമൊന്നുമില്ല. അത് സേഫ് തന്നെയാണ്. പിന്നെ നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം വേണം പിന്നീട് യൂസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് പീരീഡ്സ് അല്ലാത്ത ടൈമിൽ, അല്ലെങ്കിൽ പീരീഡ്സ് ആവുമ്പോൾ ഇനി ഒരു 2 വീക്സ് ഒക്കെ ഉണ്ട്, 3 വീക്സ് ഒക്കെ ഉണ്ട്, ആ ഒരു ഗ്യാപ്പുള്ള ടൈമിൽ ഇത് ചെയ്യണം നല്ലത്. അതൊരു ബ്ലീച്ചിങ് ഏജൻറ്റും കൂടിയാണ്, അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും വരില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നല്ലോണം സ്റ്റെയിൻ ഉണ്ടെങ്കിൽ മാത്രം അത് ട്രൈ ചെയ്താൽ മതി. ചെറിയ സ്റ്റെയിനാണ് ചെയ്ത് പ്രോബ്ലം ഒന്നുമില്ല. ഇതേപോലെ നല്ല സ്റ്റെയിൻ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് നല്ലോണം ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും സ്റ്റെയിൻ വരും. കാരണം എത്രയ്ക്കായാലും നമ്മുടെ ബ്ലഡാണ് അതുമേ ആവുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.